ഹലോ, അസ്സലാമു അലൈക്കും. അങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴയും തണുപ്പൊക്കെ ഉള്ള ആഗ്രയിൽ ഞങ്ങൾ 3 മണിയോടക്കിന് സ്റ്റേഷനിൽ ഇറങ്ങി. പിന്നെ നല്ലൊരു ഹോട്ടൽ റൂമൊക്കെ കണ്ടുപിടിച്ച് അവിടെ പോയി ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ വിചാരിച്ചു നമുക്കിന്ന് ഏതെങ്കിലും ഒരു സ്പോട്ട് കാണാൻ പോകാമെന്നുള്ളത്. കാരണം നാളെ വെളുപ്പിന് നമുക്ക് താജ്മഹൽ കാണാൻ പോകുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഡൽഹിക്ക് പോകും. അപ്പോൾ ഒന്ന് ഏതെങ്കിലും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തത് ആഗ്ര കോട്ടയാണ്. ശരിക്കും പറഞ്ഞാൽ ആഗ്ര കോട്ട ഓൺലൈനിൽ 5 മണിയോടക്കിന് ബുക്കിംഗ് ക്ലോസ് ആവും. പക്ഷേ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും 5:30 ആയിരുന്നു. സാരല്ല, ഓഫ്ലൈനിൽ നമുക്ക് 5:30-ൻ്റെ ഉള്ളിൽ അവിടെ എത്തുകയാണെങ്കിൽ ടിക്കറ്റ്സ് ലഭിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കാണ് ഏറ്റവും ലാസ്റ്റത്തെ ടിക്കറ്റ്സ് വന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇത്രയും ധൃതിയിൽ നമ്മൾ വരുന്നതല്ലേ, ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാവണ്ടേ. അങ്ങനെ ഒരു ഗൈഡിനെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് ഗൈഡിൻ്റെ ഒപ്പമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗൈഡ് നമുക്ക് ഓരോന്നും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ചരിത്രപരമായിട്ടുള്ളൊരു വലിയ കോട്ടയല്ലേ, അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. ഇതൊക്കെ കാണുന്നത് അവിടെയുള്ള മുറികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ബാർബർ മുതൽ ഔറംഗസേബ് വരെയുള്ള മുഗൾ ചക്രവർത്തിമാരൊക്കെ ഇവിടെ നിന്നാണ് ഭരിച്ചിരുന്നത്. നമുക്ക് താജ്മഹലിലേക്കുള്ള ഒരു നേരിട്ടുള്ള വ്യൂ ഒക്കെ അവിടെ ഒരു സ്പോട്ടിൽ നിന്നാൽ നമുക്ക് കിട്ടും. അങ്ങനെ അക്ബർ ചക്രവർത്തിയാണ് ഈ കോട്ടയൊക്കെ പിന്നീട് പുതുക്കി പണിതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ കോട്ടയുടെ ഉൾവശം ഇഷ്ടിക കൊണ്ടും പുറംഭാഗം ചുവന്ന മണൽക്കല്ല് കൊണ്ടാണെന്നാണ് ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നത്. ഞങ്ങളവിടെ ഒന്ന് എത്തിയപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നില്ല. കാരണം ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ എത്തിയിരുന്നത്, അന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് പിന്നെ നമ്മളങ്ങനെ നേരെ പിന്നെ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി പിന്നെ റെസ്റ്റ് ചെയ്തു. അന്ന് പിന്നെ വേറെ എവിടെയും പോയൊന്നുമില്ല. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെ നേരത്തെ നമ്മൾ താജ്മഹൽ കാണാമെന്നുള്ള ഇതിൽ വന്നതാണ്. ശരിക്കും ഇത് 6 മണിക്കുള്ള വ്യൂസാണ് അവിടെയുള്ള. അപ്പോൾ തന്നെ നല്ല തിരക്കാണ്, ആൾക്കാരൊക്കെ അത്യാവശ്യം വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. പക്ഷെ നമുക്ക് നല്ലൊരു വ്യൂവും നല്ലൊരു കാഴ്ചയൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടോ. കാരണം നമ്മൾ പുസ്തകങ്ങളിലും അങ്ങനെ കേട്ടറിഞ്ഞിട്ടുള്ള താജ്മഹൽ കാണുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക, ആ ഒരു വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. ഇന്നും മനസ്സൊന്നും മായാത്തൊരു മനോഹരമായ കാഴ്ച. അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും എൻ്റെ ഇക്കാൻ്റെയൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് മടങ്ങാനുള്ള കാര്യങ്ങൾ നോക്കി. ശരിക്കും ഈ താജ്മഹലിന് 2 ടിക്കറ്റ്സ് ഉണ്ട്. ഒന്ന് ഉള്ളിലേക്കുള്ള എൻട്രി, ഉള്ളിലേക്ക് നമുക്കൊരു പ്രവേശനത്തിനുള്ള മ്യൂസിയം കാണാനുള്ളതും, പിന്നെ പുറത്തു നിന്ന് താജ്മഹൽ വെറുതെ കാണാനുള്ളൊരു ടിക്കറ്റ്സും ഉണ്ട്. നമ്മൾ ഉള്ളിലേക്കുള്ളതിനെ എടുത്തിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. കാരണം നമുക്ക് അന്ന് ഡൽഹിക്കുള്ള ബസ് ഉച്ചയ്ക്ക് 2 മണിയോടക്കനായിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി ഞങ്ങൾ ഡൽഹിയിലേക്കുള്ള യാത്ര തുടങ്ങി.